നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഡോക്ടർ എൽസി ഉമ്മൻ ചേരുന്നുണ്ട്. മനഃശാസ്ത്ര വിദഗ്ധയാണ്. ഡോക്ടർ, സോഷ്യൽ മീഡിയ പലപ്പോഴും വില്ലനായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഉപജീവന മാർഗം എന്നതിലുപരി പല ആവശ്യങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ ജീവിച്ചു പോകുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലുള്ള ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മളിൽ പലരും. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് റിയൽ ലൈഫും അതുമായി ബന്ധപ്പെട്ടുള്ള റിയൽ ലൈഫും തമ്മിലുള്ള ബന്ധം പലപ്പോഴും മറന്നു പോകുന്ന കാഴ്ചയുണ്ട്. അതിപ്പോൾ സെലിബ്രിറ്റികളായിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ, പലപ്പോഴും ആ ഒരു വ്യത്യാസം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ശരിക്കും നടി ഐശ്വര്യ ലക്ഷ്മിയെ പോലുള്ള സെലിബ്രിറ്റികൾക്ക് സംഭവിച്ചിരിക്കുന്നത്? കൃത്യമായ നിലപാടുകൾ എടുക്കുന്ന, കൃത്യമായ ചുവടുകൾ വെപ്പിക്കുന്ന ആളുകൾ തന്നെയാണ് ഐശ്വര്യ ലക്ഷ്മിയെ പോലുള്ള താരങ്ങൾ. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഈ സോഷ്യൽ മീഡിയ ഭയന്ന് മാറുക, അല്ലെങ്കിൽ അതിൽ നിന്നൊരു പിന്മാറ്റം എന്നൊക്കെ പറയുന്നത് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് സാധാരണക്കാർക്കുള്ള ഒരു അറിയിപ്പ് തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം സോഷ്യൽ മീഡിയ എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു അറിവില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് സേഫായിട്ട് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡിക്ഷൻ ഉണ്ടാക്കും, സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടാക്കും. സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മനോരോഗത്തിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഗെയിം അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഗെയിമിംഗ് ഡിസോർഡർ ഒക്കെ മനോരോഗത്തിന്റെ പട്ടികയിലാണ്. ഈ ഒരു മനോരോഗം നമ്മൾ സ്വയംകൃതമായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. ബാക്കിയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് വരുന്നെങ്കിൽ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ്. നമുക്കത് വേണ്ടവണ്ണം, അല്ലെങ്കിൽ അത് തുടക്കം മുതൽ തന്നെ അത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശീലിക്കാത്തത് കൊണ്ട്, അത് തന്നെയല്ല സൂപ്പർവൈസ് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടും ഒക്കെയും കുട്ടികൾക്ക് അത് വരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വിവേചിച്ചറിയാനായിട്ട് സാധാരണ മനുഷ്യന് സാധ്യമല്ല. ഇപ്പോൾ വർഗീയതയാണെങ്കിലും ജാതീയമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ അത്തരം വിഷലിപ്തമായിട്ടുള്ള സംഗതികൾ, വിഷം കുത്തിവയ്ക്കുന്നതിനുമൊക്കെയും സോഷ്യൽ മീഡിയ വളരെയധികം കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഉപയോഗിച്ചു വരുന്നുള്ള ഒരു സത്യമാണ്. ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാക്കുന്നതിന്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം പുലർത്തുന്നതിന്, വൈരാഗ്യം പുലർത്തുന്നതിന്, മറ്റുള്ളവരെ ആ തരത്തിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനൊക്കെയും സോഷ്യൽ മീഡിയ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള സത്യമാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ പലപ്പോഴും മറ്റ് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വ്യക്തിത്വ വൈകല്യങ്ങളും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളവർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെയും അവർ ആ തരത്തിൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുള്ള ഒരു പരമാർത്ഥമാണ്. അത് തന്നെയല്ല, പലപ്പോഴും ചൂഷണത്തിനിരയാകുന്നുണ്ട്. കുട്ടികൾ പലരും ഇത് സേഫായിട്ട് ഉപയോഗിക്കാതെ പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് ഇരയാകുന്നു. ഗെയിം അഡിക്ഷൻ മാത്രമല്ല, ഗാംബ്ലിംഗ് അഡിക്ഷൻ വരുന്നു, പൈസ ഇട്ട് കളിക്കുന്നു, ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തുന്നു, അതിനുശേഷം ആത്മഹത്യാ പ്രവണത വരുന്നു. ഇതൊക്കെയും തന്നെ ഈ സോഷ്യൽ മീഡിയ അമിതമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് തന്നെയാണെന്ന് വേണം നമ്മൾ അനുമാനിക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ ഒരു കാര്യം, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സേഫായിട്ട് പറയാൻ നമുക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തി ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആരെക്കുറിച്ച് വേണമെങ്കിലും യാതൊരു റെഗുലേഷൻസും ഇല്ലാതെ, അല്ലെങ്കിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പോസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അപമാനിക്കാനോ, ഡീഫെയിം ചെയ്യാനോ ഒക്കെയും ഇതൊരു ഒരു മീഡിയ ആയിട്ട് മാറുന്ന, ഒരു മാധ്യമമായിട്ട് മാറുന്നു. ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഡീഫമേഷൻ എന്നൊക്കെ പറയുന്നത് ആത്മഹത്യയിലേക്ക് ഒരു വ്യക്തിയെ വിടുന്നതിന് സാധ്യമായ ഒരു കാര്യം തന്നെയാണ്. ആ തരത്തിലൊക്കെയും ഈ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കാര്യം അത് അറിഞ്ഞോ അറിയാതെയോ കാരണമായി തീരുന്നു എന്നുള്ളത് വളരെയധികം ഖേദകരമാണ്. ഈ ഒരു തലമുറയ്ക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒരു ജീവിതമില്ല. കാരണം എന്തിനും ഏതിനും ചാറ്റ് GPT നോക്കുന്നു, അല്ലെങ്കിൽ എന്തിനും ഏതിനും ഗൂഗിൾ നോക്കുന്നു, ഗൂഗിൾ എന്ത് പറയുന്നു, ആ തരത്തിൽ അത്രയും മോഡേണൈസ്ഡ് ആയിട്ട് പോയി മനുഷ്യന്റെ നല്ല മൂല്യങ്ങളെ ഒക്കെയും നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു തലമുറയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള മാത്രമല്ല, ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ സമൂഹ മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു വാക്കുണ്ട് ട്രെൻഡ്, ന്യൂജൻ, ആ ഒരു രീതിയിൽ മാറിയില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. ഇതിലിപ്പോൾ പ്രായ വ്യത്യാസം ഇല്ലാതെ തന്നെ എല്ലാവരും ഇതിന് അഡിക്റ്റായി മാറിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതിന് ഈ ഒരു സമൂഹത്തിനെ തന്നെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ പഴിചാരേണ്ടത്. പിന്നെ ഇത് എങ്ങനെ പോസിറ്റീവായി ഉപയോഗിക്കാം എന്ന് പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. കൃത്യമായി ഇപ്പോൾ ഈ ട്രെൻഡിനനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്, കാലഘട്ടത്തിനനുസരിച്ച് മാറുകയല്ല. പക്ഷേ ഈ ന്യൂജൻ ആയി മാറിയില്ലെങ്കിൽ നമ്മൾ ഏതോ പഴയ കാലത്തേക്ക് മാറപ്പെട്ടു എന്നുള്ളൊരു ചിന്താഗതി അതൊരു കൂട്ടത്തിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നത് പോലെ ഒരു രീതിയിലേക്ക് മാറുകയാണ്. ശരിയാണ്, നമുക്ക് ആ ഒരു അർത്ഥത്തിൽ നമുക്ക് അതിനെ അങ്ങനെ കാണാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു ചികിത്സാ രീതി പോലും
സോഷ്യൽ മീഡിയ എന്ത് പറയുന്നു അതനുസരിച്ച് ചികിത്സയ്ക്ക് തീരുമാനമെടുക്കുന്ന ഒരു നിലവാരത്തിലേക്ക് മനുഷ്യൻ താഴ്ന്നുപോയി എന്ന് പറയുന്നതിൽ ഖേദകരമുണ്ട്. ഇപ്പോൾ ഒരു ക്യാൻസർ ചികിത്സയാണെങ്കിലും അല്ലെങ്കിൽ ഒരു മനോരോഗത്തിന് എന്തിനും ഏതിനും സോഷ്യൽ മീഡിയയിൽ എന്ത് പറയുന്നു, അതിനകത്ത് എന്ത് പൊടിക്കൈ പറയുന്നു, ആ തരത്തിൽ പോകാനാണ് ആൾക്കാർക്ക് വ്യഗ്രത. പിന്നെ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ട്രെൻഡിനനുസരിച്ച് നീങ്ങുക. പക്ഷേ ഇതൊക്കെ റെഗുലേറ്ററി സിസ്റ്റം കൃത്യമായിട്ടില്ലാതെ ഇത് ഏത് നമുക്ക് പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മനുഷ്യന് അപകടം വരുന്ന രീതിയിൽ ഏത് തരത്തിൽ പോകാം എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള റെഗുലേറ്ററി സിസ്റ്റം ഇല്ലാതെ, ആ തരത്തിലൊരു നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഗുണത്തെക്കാളേറെ തീർച്ചയായിട്ടും ദോഷകരമായിരിക്കും. SBക്കൊക്കെ അവരുടെ റെഗുലേറ്ററി സിസ്റ്റം ഉണ്ട്. അത് പരാതി പറഞ്ഞാൽ അവരതനുസരിച്ച് ചെയ്യും. ചില കാര്യങ്ങൾ മാത്രം അവർ സെൻസ് ചെയ്യും. അവരുടെ ഭാഷയിൽ അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ മാത്രം അവർ സെൻസ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ അതിന് ഓപ്ഷൻസ് അവർക്കുണ്ട്. പക്ഷേ ആ തരത്തിലല്ല. ഓരോ റീജിയണൽ ലാംഗ്വേജിൽ ഇപ്പൊ മലയാളത്തിൽ എഴുതുന്നത് അസഭ്യവർഷം അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മലയാളത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ, ഈവൻ കോവിഡിന്റെ സമയത്ത് പോലും കോവിഡിന്റെ ചികിത്സയെ കുറിച്ച് പോലും ആധികാരികമായിട്ട് ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ആൾക്കാർക്ക് കൈമാറുന്ന രീതിയിൽ ഉണ്ടാകുന്നു. ഇത് ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഈവൻ മറ്റുള്ള ഏതെങ്കിലും ഒരു സംഘടനയ്ക്കെതിരെ അല്ലെങ്കിൽ ഏതൊരു ജാതിക്കെതിരെ മതത്തിനെതിരെ അല്ലെങ്കിൽ തീവ്രവാദപരമായിട്ട് അല്ലെങ്കിൽ ഒരു വർഗീയപരമായിട്ടൊക്കെയും ചില പോസ്റ്റൊക്കെ കാണുമ്പോൾ അത് വളരെ വ്യക്തമാണ്. ആ തരത്തിലാണ് അത് വരുന്നത്. അപ്പോൾ ഈ ലാംഗ്വേജ് റീജിയണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് ഇത് അവരുടെ ഈ റെഗുലേറ്ററി സിസ്റ്റത്തിന് അത് മനസ്സിലാകത്തുമില്ല. അത് വേണ്ട രീതിയിൽ അതിനെ തടയെടുത്തുമില്ല. തൽഫലമായിട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെയും ഉണ്ടാകുന്നു. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റെഗുലേറ്ററി സിസ്റ്റം ഇല്ലാത്തടത്തോളം കാലം ഇത് ഒരു ഗുണത്തെക്കാളേറെ ദോഷമായിട്ട് തീരുമെന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. വളരെയധികം നന്ദി ഡോക്ടർ, ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.